മാതൃകയായിരിക്കണം മാതാവ്. അവരുടെ അടുക്കളകൾ യാഗശാല പോലെയാകണം. അല്ല സന്തോഷ്, ഇത് പറയാനുള്ളത് നമുക്ക് പറ്റും. പക്ഷെ എങ്ങനെയാണ് ഈ തരം ആഹാര രീതികൾ അവസ്ഥ നഷ്ടപ്പെട്ട സ്വത്വം നഷ്ടപ്പെട്ട മാതാക്കളും പിതാക്കളും എങ്ങനെയാണ് തിരിച്ചു വരിക? അങ്ങ് അതൊന്നും പറയൂ. തിരിച്ചു വരേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആമാശയം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആശയം തന്നെ മാറുന്നതാണ്. ആമാശയത്തിലേക്ക് ശവം സംസ്കരിച്ചുകൊണ്ട് നമ്മൾ ഏത് ദൈവത്തിന്റെ മുമ്പിൽ ഇരന്നാലും കൈനീട്ടിയാലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ഒരു വരവും കിട്ടാൻ പോകുന്നില്ല. വേദനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തലമുറകളായിട്ട് ഇത്തരത്തിലോട്ട് വളർത്തിയെടുത്തിട്ടുള്ള ആ സംസ്കാരം തലമുറകളായിട്ട് നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുത്തിയല്ലോ. നമ്മുടെ മാതാക്കൾക്കും പിതാക്കൾക്കും അല്ലെങ്കിൽ നയിക്കുന്നവർക്കും അധ്യാപകർക്കും ഒന്നും ഈ മൂല്യം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എവിടുന്ന് ആ മൂല്യം തിരിച്ചു കൊടുക്കാൻ പറ്റും? ആർക്കാണ് അതിന് കഴിയുക? അതായത് അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് ആ ക്ഷീരഗുണത്തിലേക്ക് മക്കൾ വരേണ്ടതിന് പകരം ചോര കൊടുത്ത് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവര് രാക്ഷസരാകും. അതായത് നമ്മൾ അറിയേണ്ടത് പച്ച മാംസവും പച്ച ബ്ലഡും കുടിച്ച നമ്മുടെ മക്കൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഡ്രാക്കുള എന്നുള്ള വസ്തുത അറിയുന്നത്. പാല് കുടിക്കുന്നതും ചോര കുടിക്കുന്നതും രണ്ട് വർഗത്തെ സൃഷ്ടിക്കും. ഒന്ന് അസുരന്മാരെയും ഒന്ന് ദേവഗുണമുള്ളവരെയും സൃഷ്ടിക്കും. അപ്പൊ നമ്മള് പാല് ഉണ്ടെങ്കിൽ തന്നെ ആ പാലല്ല നമുക്ക് കുടിക്കാൻ ഇന്ന് ആഗ്രഹം. തൈരല്ല, വെണ്ണയല്ല, നെയ്യല്ല നമുക്ക് കുടിക്കാൻ ആഗ്രഹം. നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത്? ആ മാംസമാണ്, ആ ശവമാണ് അവർക്ക് ആവശ്യം. നമ്മുടെ മക്കൾക്ക് ആ ശവമാണ് ആവശ്യം, ആ പാലല്ല നമുക്ക് ആവശ്യം. ആ തൈരല്ല, ആ വെണ്ണയല്ല, നെയ്യല്ല ആവശ്യം. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആ മാംസമാണ്, ആ ശവമാണ് നമ്മൾ ആവശ്യം പറയാനുള്ള ആവശ്യം പറയുന്ന തലത്തിലേക്ക് അവരുടെ മനോതലം പോയത് മുലപ്പാല് കൊടുക്കാതെ വളർത്തിയത് കൊണ്ടാണ്. അതെ, മുലപ്പാല് മാതൃത്വത്തിന്റെ ആ മുലപ്പാല് ചെലുത്താനുള്ള കഴിവ് നമ്മളുടെ അമ്മമാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? നമ്മളുടെ അമ്മമാരിൽ നിന്നും മാതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. കിട്ടുന്ന ഇലകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കാതിരുന്നു. അതെ, മാതൃത്വം നമ്മളുടെ അമ്മമാരിൽ നിന്നും നഷ്ടപ്പെട്ടിട്ട് ആ മാതൃത്വം ആരേറ്റെടുത്തു? മതങ്ങൾ ഏറ്റെടുത്തു. മതങ്ങളാണ് മക്കളെ വളർത്തുന്നത്. നമ്മളുടെ മക്കളെ വളർത്തുന്നത് മതങ്ങളാണ്, മാതൃവല്ല, മാതൃക്കളല്ല, അമ്മമാരല്ല. അപ്പൊ മതങ്ങൾ വളർത്തുന്ന മക്കൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഇത് വരും. അപ്പൊ ഈ മതങ്ങൾക്കുള്ള സ്വാധീനം ഇവിടെ നഷ്ടപ്പെടണം. മതങ്ങൾ മക്കളെ വളർത്തിയാൽ മക്കള് കാലന്മാരാകും. അമ്മമാര് മക്കളെ വളർത്തട്ടെ. അമ്മമാര് മക്കളെ വളർത്താൻ അമ്മമാരെ മക്കളെ ഏൽപ്പിക്കട്ടെ മതങ്ങള്. മക്കള് രാഷ്ട്രീയത്തിലേക്ക് മക്കളെ വിടാതെ അമ്മമാര് വളർത്തട്ടെ. അല്ലാണ്ട് രാഷ്ട്രീയത്തിലേക്ക് മക്കളെ വളർത്താൻ വിട്ടു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. മതത്തിലേക്ക് വിട്ടാലും ഇതായിരിക്കും അവസ്ഥ. ജാതി സംഘടനയിലേക്ക് വിട്ടാലും ഇതിനേക്കാളും വലിയ അവസ്ഥയാണ് ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് മാതൃത്വം ഏറ്റെടുക്കാനായിട്ട് ഒരു മതവും നിൽക്കണ്ട, ഒരു രാഷ്ട്രീയവും നിൽക്കണ്ട. മക്കളെ അമ്മമാര് വളർത്തട്ടെ. ആ അമ്മമാരുടെ മാതൃത്വത്തിൽ വളർന്നില്ലെങ്കിൽ ഇവര് മൃത്യുവിന് കാരണമാവും, അല്ലെങ്കിൽ ഇവർക്ക് മൃത്യു വരമായി കിട്ടും. മറ്റൊരു കാര്യം, നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് മാതാക്കൾക്ക് മക്കളെ വളർത്താൻ സാഹചര്യം പലപ്പോഴും കുറവാണ്. സാഹചര്യമില്ല. ആ സാഹചര്യം, അമ്മമാരുടെ ആ സാഹചര്യം മതങ്ങളും രാഷ്ട്രീയവും കവർന്നെടുത്തിരിക്കുന്നു, ജാതി സംഘടനകൾ കവർന്നെടുത്തിരിക്കുന്നു. മക്കള് വളരേണ്ടത് അമ്മമാരുടെ തണലിലാണ്, അമ്മമാരുടെ ആ സ്വരശ്രുതിയിലാണ്, ആ താളത്തിലാണ്. നമ്മളുടെ മക്കൾ വിശന്ന് കരയുമ്പോ പോലും അമ്മമാര് ആ താളത്തിൽ ആ മാറത്ത് പുറത്ത് തട്ടുമ്പോ ഉറങ്ങിയിരുന്ന മക്കളുണ്ടല്ലോ, വിശന്നുറങ്ങിയിരുന്നൊരു മക്കള്, അമ്മയുടെ താരാട്ട് കേട്ട് വളർന്നിരുന്ന മക്കള്. അല്ലാണ്ട് സീരിയലിന്റെ കഥ കേട്ട് ഉറങ്ങുന്ന മക്കളല്ല, അല്ലെങ്കിൽ മതങ്ങളുടെ കൊലവിളികളിൽ ഉറങ്ങിയിരുന്ന മക്കളല്ല. മതങ്ങളുടെ തീഷ്ണ വികാരങ്ങളിലല്ല മക്കള് വളരേണ്ടത്. മക്കള് വളരേണ്ടത് എപ്പോഴും അമ്മമാരുടെ ആ മാതൃത്വത്തിന്റെ ആ തണലിലാണ്. അങ്ങനെ വളരുമ്പോൾ മാതൃകയായിട്ട് വളരും. ഇല്ലെങ്കിലോ മൃത്യുവിന് കാരണമാകും. മൃതദേഹങ്ങളാണ് അവര് കഴിക്കുന്നത്. മാതൃത്വമുള്ള ഒരാള് എന്താണ് സന്തോഷി, ഇതിനൊരു പൊതുവായ ഒരു സന്ദേശം എല്ലാ മേഖലയും കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ടു മൂന്ന് വാചകങ്ങളായിട്ട് ഒരു സന്ദേശം കിട്ടാൻ കഴിയില്ല. സന്ദേശം, ഏറ്റവും പ്രധാന സന്ദേശം, നമ്മള് ഭക്ഷണം, നമ്മൾ എന്താണോ നാവിലേക്ക് വെക്കുന്നത് അത് നാവിൽ നിന്നും പുറത്തേക്കും വരും. നമ്മൾ എന്താണോ നമ്മളുടെ ശരീരത്തെ
വളർത്താൻ അകത്തേക്ക് സംസ്കരിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ ജനിപ്പിക്കും. ഉവ്വ. ഇത് നമ്മള് നാവിലേക്ക് വെക്കുന്നത് മോശമായാൽ നാവിൽ നിന്ന് വരുന്നത് മോശമാകും. ആമാശയം എന്താണോ അതാണ് ആശയം, ആ കുട്ടിയുടെ ആശയം. ആ കുട്ടിക്ക് ഒരു പച്ചമാംസവും പച്ചബ്ലഡും കൊടുത്തു നോക്കൂ.